Good morning, students. Welcome back to another session of the Advanced Strategic Management subject. Today we will discuss about the topic factors influencing environmental scanning. Last day we discussed need and importance of environmental scanning. Then here factors influencing environmental scanning. There are 7 factors influencing environmental scanning. Nature of business, age of business organization, size of business organization, influence of business organization, geographical dimension, managerial attitude, and managerial caliber. First, nature of business. We know that every business has its own nature. Some business have manufacturing industry, some undertake trading business, and etc. etc. അങ്ങനെ ഒരുപാട് നാച്ചുറൽ അല്ലേ ബിസിനസ്സിൻ്റെ നാച്ചുറൽ. ഇപ്പോൾ എല്ലാ ബിസിനസ്സിൻ്റെയും എൻവയോൺമെൻറ്റ് ഒരുപോലെയാണോ ഉണ്ടാവുക? അല്ല, അതും വ്യത്യാസം ഉണ്ടാവും അല്ലേ. ബിസിനസ്സിൻ്റെ നാച്ചർ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അപ്പം ബിസിനസ്സിൻ്റെ നാച്ചർ എന്താണോ അതിന് അനുസരിച്ചുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡിയാണ് നമ്മൾ നടത്തുക. ഒരു ട്രേഡിംഗ് കമ്പനി നടത്തുന്ന എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആയിരിക്കുമോ ഒരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുക? അല്ല. ഇനി അതല്ല ഒരു വേറെ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി സെക്യൂരിറ്റി മാർക്കറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു IT കമ്പനി, അപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും അതിൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ച് അവരുടെ എന്താണോ ബിസിനസ്സിൻ്റെ നാച്ചർ അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങാണ് നടത്തുക അല്ലേ. അപ്പോൾ നാച്ചർ ഓഫ് ബിസിനസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. നാച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കാനിങ്ങിൻ്റെ ടൈപ്സും മെത്തേഡ്സും ഒക്കെ മാറും. ദെൻ സെക്കൻഡ്, ഏജ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏജ്, അതായത് ബിസിനസ് ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ടിങ് വെഞ്ചർ ആണെങ്കിൽ നമുക്ക് ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടത്തുന്ന എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആവുമോ ഒരു വർഷം കഴിഞ്ഞ് നടത്തുക? അല്ല. ഇനി അതല്ല ഒരു 10-25 വർഷം ലൈഫുള്ളൊരു ബിസിനസ് ഓർഗനൈസേഷൻ അവർ നടത്തുന്ന എൻവയോൺമെൻറ്റൽ സ്കാനിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏജിനനുസരിച്ച് ഏജിനും എക്സ്പീരിയൻസിനും ഒക്കെ അനുസരിച്ച് അവരുടെ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലും അതിൻ്റെ രീതികളിലും മെത്തേഡ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്? ഏജ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, സൈസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ്സിൻ്റെ സൈസ്. ലാർജ് ഓർഗനൈസേഷൻ ഹാവ് ടു ഇൻട്രാക്ട് റെഗുലർലി വിത്ത് വേരിയസ് എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റൽ സെർച്ച് വിൽ ഹാവ് മോർ ഇൻറ്റൻസീവ്. ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് ഒരുപാട് സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് നാഷണൽ എൻവയോൺമെൻറ്റ് നോക്കണം, ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ഒക്കെ നോക്കണം അല്ലേ. ഇനി ഒരു ഒരു ലോക്കൽ ഏരിയയിലുള്ള ഒരു സോൾ ട്രേഡർഷിപ്പ് ആകുമ്പോഴോ അവർക്ക് ആ ഒരു ഏരിയയിലുള്ള എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തിയാൽ മതി അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ സൈസ്, ലാർജ് ഓർഗനൈസേഷൻ, മീഡിയം ഓർഗനൈസേഷൻ, സ്മോൾ ഓർഗനൈസേഷൻ, ഇങ്ങനെ ബിസിനസ്സിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് അവരുടെ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. സൈസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പം ഓർഗനൈസേഷൻ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ബിസിനസ്സിൻ്റെ അസോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് ഓർഗനൈസേഷൻസ് ഒക്കെ ആകുമ്പോൾ അവിടെ മറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവരുടെ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു മെത്തേഡും അവരുടെ നടപടികളൊക്കെ നമ്മൾ ഉൾപ്പെടേണ്ടി വരും അല്ലേ. അപ്പോൾ അതർ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് മറ്റൊരു ഫാക്ടർ ഇൻഫ്ലുവൻസിങ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ദ നെക്സ്റ്റ് പോയിൻ്റാണ് ജിയോഗ്രഫിക്കൽ ഡയമെൻഷൻ. The geographical location of the business organization also influences environmental scanning. അപ്പോൾ ഏത് ഏരിയയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ ഏരിയ ആയിട്ടാണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഏത് ജോഗ്രഫിക്കൽ ഏരിയയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതും ഏതൊക്കെ ഏരിയയിലുള്ള ആളുകളായിട്ടാണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണോ ആ ഏരിയയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് സ്കാനിങ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ എക്സ്റ്റേണലും ഇൻറ്റേർണലും ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദ നെക്സ്റ്റ്, മാനേജീരിയൽ ആറ്റിറ്റ്യൂഡ്.
Attitude, styles, and beliefs of the top management determine the importance to be given to the environment search and the type of volume of information to be used for such analysis. മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ആറ്റിറ്റ്യൂഡുള്ള മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ സ്കാനിങ് പോവുക. കാരണം അവർക്ക് ഏത് ഫാക്ടറാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഏരിയയിലാണ് അവർ കൂടുതൽ അനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓർഗനൈസേഷന് ചിലർ സ്ട്രെങ്ത്ത് കൂട്ടാൻ നോക്കും, സ്ട്രെങ്ത്ത് കൂട്ടാൻ വീക്ക്നെസ് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പോളിസീസാണ് ഫോളോ ചെയ്യുക അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും സ്റ്റൈൽസും ഒക്കെ അനുസരിച്ചാണ് അവർ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ ടൈപ്പും മെത്തേഡൊക്കെ ഡിറ്റർമൈൻ ചെയ്യുക. സോ മാനേജീരിയൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി top level executives of the organization is another important factor influencing environmental scanning. The next point is managerial caliber. Organization employing highly qualified executives show greater concern for environmental scanning than those devoid of such expertise. അപ്പോൾ മാനേജറിയൽ കാലിബർ ഒരു കാലിബറുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ അവർ നടത്തുന്ന എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും തന്നെ എഫിഷ്യൻസി കുറഞ്ഞ ആളുകളാണെങ്കിൽ അവർ നടത്തുന്ന എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ മാനേജേരിയൽ കാലിബറിനനുസരിച്ചാണ്. അപ്പോൾ ഓരോ മാനേജ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള കാലിബേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ മൾട്ടിനാഷണൽ ഓർഗനൈസേഷനൊക്കെ മാനേജീരിയൽ സ്കിൽസും ടെക്നിക്കൽ നോളജും അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ എൻവയോൺമെൻറ്റൽ സ്കാനിങ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. എല്ലാ പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. നമ്മളെ പോയിൻറ്റ്സ് ഒന്നുകൂടി പറയുകയാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൽ nature of business, age of business organization, size of business organization, influence of business organization, geographical dimension, managerial attitude and managerial caliber. Okay, clear അല്ലേ? അപ്പോൾ ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.